ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് 2 ഏത്തപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബനാന കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോകാം. അതിനു മുമ്പ് എൻ്റെ ചെറിയ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തേക്കണേ. നമുക്കിതിനായിട്ട് ആദ്യം 1 കപ്പ് അളവിൽ 240 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി എടുത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് സീവ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ട് സീവ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും അതിലേക്ക് 1 ഗ്രാമ്പൂവും ചെറിയ കഷ്ണം ഒരു പട്ടയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പൗഡറാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ടൊരു ചൂടായ പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് ഞാൻ ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. വെള്ളം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ദൂരെ നിൽക്കണം, അല്ലെങ്കിൽ ദേഹത്തേക്കൊക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ സ്മെല്ല് കേക്കിൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് നമുക്ക് നല്ല പോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കാരമലൈസ് വെച്ചിട്ടുള്ള ഷുഗറാണ്. നമുക്ക് അത് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഇതിലുണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ആ കട്ടകളൊക്കെ പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ആ ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റും കൂടുതലായിരിക്കും. നമുക്ക് പഴം ഇതുപോലെ നുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഫൈനായിട്ട് നമുക്ക് ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി ഈ ഏത്തപ്പഴത്തിൻ്റെ പേസ്റ്റും കൂടി നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഫ്ലോറ് ഒരു 2-3 ബാച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ടൈപ്പിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, കേക്ക് കുഴിഞ്ഞൊക്കെ പോകും. അപ്പോൾ പതുക്കെ മെല്ലെ ധൃതിപ്പെടാതെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് കാഷ്യൂ നട്ട്സ് ആണ്. കാഷ്യൂ നട്ട്സ് ഡയറക്റ്റായിട്ട് ചേർക്കാതെ അതിലേക്ക് കുറച്ച് നമ്മൾ ആദ്യം സീവ് ചെയ്തിട്ടുള്ള ഫ്ലോറിൽ നിന്ന് എടുത്ത് ചേർത്തിട്ട് നമ്മൾ ആ ബാറ്ററിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കാഷ്യൂ നട്ട്സ് എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ വീഡിയോ ഒക്കെ ഉണ്ടാവാം. നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഇനി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രം, ഇതുപോലെ ചെറിയ ചെരുവം ഈ ഉള്ളിലൊരു റിങ്ങൊക്കെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് അതിന് ശേഷം നമുക്ക് കേക്ക് ഇറക്കി വെക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് കേക്ക്. ഒരു സ്ക്വയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇറുക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് കുത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈർക്കിലയിൽ ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒന്നും ഇതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കേക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു 1/2 kg അടുത്ത് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അടിപൊളി ടേസ്റ്റാണ് ഈ കേക്ക്. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കേക്ക് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. പിന്നെ സ്വാദിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു.
താങ്ക്